ജാസ്മിൻ കാണിച്ചത് പോക്കരുത്തരമാണ്. അതിപ്പോൾ ആരോട് ചോദിച്ചാലും ജഡ്ജിയോട് ചോദിച്ചാലും ജഡ്ജി ആ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ എന്തുവാടെ ഇത് എന്നേ പുള്ളി പറയത്തുള്ളൂ. അല്ലാതെ ജാസ്മിൻ ഒരു പെണ്ണായതുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നതൊക്കെ ലൂസ് ടോക്ക് എന്ന് വേണേൽ പറയാം. അതൊക്കെ മണ്ടത്തരമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, ആകെ പ്രശ്നമാണ്. സായി കൃഷ്ണ, നമ്മുടെ സീക്രട്ട് ഏജൻറ്റ്, അമ്പി, മറ്റേ അന്യൻ, റെമോ, പിന്നെ ഇപ്പോൾ പുതിയ കുറേ ക്യാരക്ടേഴ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. അവരൊക്കെയാണ് മറ്റേ ജാസ്മിൻ ജാഫർ, പിന്നെ വിവി ഹിയർ, പിന്നെ ആറവ്, പിന്നെ നമ്മുടെ പഴയ ക്യാരക്ടറായ റോബിൻ, ഡോക്ടർ റോബിൻ ആകെ കൂടെ ടെൻഷനിലായിരുന്നു. പുള്ളി ഒരു വീഡിയോ ഇട്ടു, പുള്ളി ഒരാൾക്കെതിരെ FIR കൊടുത്തു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ സായി കൃഷ്ണയ്ക്ക് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് പ്രൊവോക്ക് ആവാൻ ഒരു മെയിൻ കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ വൈഫിന് കിട്ടിയ പണിയാണ്. പുള്ളിയുടെ വൈഫ് എന്നാൽ പോരട്ടെ, തെളിവുകളെല്ലാം പോരട്ടെ, തെളിവ് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിഗ് ബോസ് നടക്കുമ്പോൾ സായി കൃഷ്ണ ജാസ്മിനുമായിട്ട് സംസാരിച്ചു, ജാസ്മിൻ്റെ ഉപ്പയായിട്ട് സംസാരിച്ചു, അവർ തമ്മിൽ എന്തോ ഡീലിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വിവി ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ആണ് പുള്ളിക്കാരി റിയാക്ട് ചെയ്തിങ്ങനെ. എന്നിട്ട് പുള്ളിക്കാരി അത് വലിയ ഇത്രയും സീരിയസ് ആവുമെന്ന് പുള്ളിക്കാരി പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ സായി പറയുന്നതെന്ന് പറഞ്ഞാൽ അത് നിനക്ക് തന്ന പണിയാ മോനെ എന്നാണ്. പക്ഷേ എനിക്കത് അങ്ങനെ ഒന്നല്ല തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊരു സ്വയം കുഴിച്ച കുഴി എന്നൊക്കെ പറയാം. ഞാൻ സായിക്ക് അഗേൻസ്റ്റ് പറയുന്നതല്ല. സായിക്ക് പറ്റിയ എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് കളിക്കാൻ നിങ്ങളെ ക്ഷണിച്ചു. നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്, ഒരു ഭയങ്കര യൂട്യൂബറാണ്, സംഭവമൊക്കെയാണ്. ക്ഷണിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ബിഗ് ബോസ് ഹൗസിലേക്ക് പോവുക, ബിഗ് ബോസ് കളിക്കുക, ജയിക്കാൻ പറ്റുമെങ്കിൽ ജയിക്കുക, ഇല്ലെങ്കിൽ തിരിച്ചു വരിക. പക്ഷേ നിങ്ങളതല്ല ചെയ്തത്. നിങ്ങളാദ്യം നിങ്ങളുടെ PR മാർക്കറ്റിംഗ് നിങ്ങൾ മറ്റേ വാട്സപ്പ് അത് ഇത് ഇപ്പോൾ സാധാരണയാണെന്നാണ് പറയുന്നത്. അവിടെയാണ് പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജാസ്മിൻ അങ്ങനെയൊക്കെ തന്നെയാണ്. ഭയങ്കര PR, ഭയങ്കര മെസ്സേജുകളും, ഭയങ്കര പ്രൊമോഷനും കാര്യങ്ങളൊക്കെ. എന്തിനാണ് ഈ പ്രൊമോഷനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്? നിങ്ങളെ കളിക്കാൻ വിളിച്ചാൽ നിങ്ങൾ വരിക, കളിക്കുക, പോവുക. പ്രേക്ഷകരുടെ വോട്ടാണല്ലോ. അപ്പോൾ വോട്ട് മേടിക്കാനായിട്ട് ഈ കൃത്രിമമായിട്ടുള്ള വഴി ഇങ്ങനെ പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ് സത്യവും. അല്ലാതെ നിങ്ങൾ ഭയങ്കര സത്യസന്ധനാണ്, നിങ്ങൾ ഭയങ്കര നന്മമരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഈ വിവി നിങ്ങളെ ചതിക്കാൻ കാരണം നിങ്ങൾ വിവി നിങ്ങളെ ചതിച്ചു എന്ന് ഞാൻ പറയത്തേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ ക്വാളിറ്റി കാണിച്ചു. ബിക്കോസ് അവൻ ഒരു ബിസിനസ് മൈൻഡഡാണ്. അത് നിങ്ങൾ തന്നെ പറയുന്നുണ്ടോ, എല്ലാം കാശാണ്, എല്ലാം ഇതാണ്, അരിയാണെന്ന് നിങ്ങൾ പറയാറുണ്ട്. നിങ്ങൾ പണ്ട് ഉണ്ണിമൂന്നൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് പുള്ളി വിളിച്ചപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് പുറത്തു വിട്ടു. അപ്പോൾ നിങ്ങൾക്ക് കുറേ റീച്ച് കിട്ടി, ഭയങ്കര സംഭവമായിരുന്നു, അത് ന്യൂസിലൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അത് ഉണ്ണിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മിസ്റ്റേക്കാണ്. പുള്ളിക്ക് ഒരു എന്താ പറയുന്നത്, ഒരു മണ്ടത്തരമാണ്. ആ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ പുള്ളിക്ക് തോന്നി ഇവനെ വിളിച്ച് ചോദിച്ചേക്കാം. പക്ഷെ പുള്ളി ചിന്തിച്ചില്ല ഇത് റെക്കോർഡ് ചെയ്താൽ എന്താവും. എന്നിട്ട് പുള്ളി കുറേ തെറിയൊക്കെ പറഞ്ഞു. വലിയ തെറിയൊന്നും പറഞ്ഞില്ല, ചെറുതായിട്ട് തെറിയൊക്കെ പറഞ്ഞു. അത് ആ കാര്യം പോയി. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്തു. ഇന്നലത്തെ വിവിയുടെ വീഡിയോയിൽ അവൻ അതാ പറയുന്നത് നീയാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം കൂടെ ബോസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പണിക്കൊക്കെ നിന്ന് എന്തിനാണ്? നിങ്ങൾ വീഡിയോ ഇടുന്നു, നിങ്ങൾ ഉണ്ണിമൂന്നൻ്റെ റെക്കോർഡ് ചെയ്തു, ഓക്കെ, അതൊരു പണി കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ റെക്കോർഡ് ചെയ്തു. പക്ഷേ അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ അങ്ങനെ റെക്കോർഡ് ചെയ്യാറുണ്ടെന്നാണ്. കാരണം അല്ലെങ്കിൽ പെട്ടെന്നൊരാൾ അറിയാത്ത നമ്പറാണല്ലോ, അയാൾ വിളിക്കുമ്പോൾ പിന്നെ നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡായിരിക്കാം, നിങ്ങൾ ഭയങ്കര സ്മാർട്ടായിരിക്കാം, അതൊക്കെ ഓക്കെ, അങ്ങനെ വേണേൽ അങ്ങനെ ചിന്തിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ 8 അല്ല 16 അല്ല 64 പണിയാണ്. 8ൻ്റെ 8. അതാണ് എനിക്ക് തോന്നുന്നത്. അത് വെറുതെ നിങ്ങൾ നല്ല രീതിയിൽ മറ്റേ ഇത് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബിഗ് ബോസിൽ പോകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾ പോയി, നിങ്ങൾ ഗെയിം കളിച്ച രീതിയോ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഞാൻ നേരത്തെ എൻ്റെ കുറേ ഓഡിയോ ഇതായിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറേ കാലമായി. കാരണം നമുക്ക് വലിയ സാമ്പത്തികം വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ടൈം എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. ഇത് ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ അതുൽ വ്ളോഗ്സ്, പിന്നെ മൂപ്പനൊന്നും പറഞ്ഞിട്ടില്ല ഇതിനെക്കുറിച്ച് എന്ന് തോന്നുന്നു. ഇന്നലെ വരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ എന്തെങ്കിലും പറഞ്ഞോ എന്നറിയില്ല. പിന്നെ മറ്റേ അനന്തു എന്ന് പറയുന്ന പയ്യൻ, അവൻ കുറച്ച് പേടിച്ചെന്ന് തോന്നുന്നു. എന്നിട്ട് അല്ല, ഞാൻ മാത്രമാണ് റിയാക്ട് ചെയ്തത്. അതായത് ജാസ്മിൻ കാണിച്ചത് പോക്കരുത്തരമാണ്. അതിപ്പോൾ ആരോട് ചോദിച്ചാലും ജഡ്ജിയോട് ചോദിച്ചാലും ജഡ്ജി ആ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ എന്തുവാടെ ഇത് എന്നേ പുള്ളി പറയത്തുള്ളൂ. അല്ലാതെ ജാസ്മിൻ ഒരു പെണ്ണായതുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നതൊക്കെ ലൂസ് ടോക്ക് എന്ന് വേണേൽ പറയാം. അതൊക്കെ മണ്ടത്തരമാണ്.